കം. വാ. എടി പപ്പ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ദേവകിയമ്മ വിളി. ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോടി. ആനയെ തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ. അത് കുറെ സംഘടിപ്പിച്ച് തരട്ടെ. ബെസ്റ്റ് ഐഡിയ. ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സർഫ് എക്സലിന് കൊടുക്ക്. എപ്പ നോക്കിയാലും നീ എന്റെ ഏട്ടന്. ഇനി നിന്റെ പുറത്ത് കേട്ടോ, നിന്റെ ഒരു പുന്നാര ഏട്ടൻ. കൂടുതലങ്ങ് പൊസസീവായാലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കെട്ടും. നീ കൊട്ടും. ആലവലാതി. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക്. ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ. റിയലി ഐ നീഡ് എ ഷവർ. ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത്. ഏട്ടൻ വന്നോ? വന്നോ? ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. എന്താടി കിടന്ന് കൂവുന്നേ? എന്തോ കണ്ട് പേടിച്ച പോലെ. കണ്ടടി, സർഫിനി കാണാനൊന്നും ബാക്കിയില്ല. വട്ടോ പെണ്ണിന്? അത് ക്ഷമ. ഏട്ടനറിയില്ലേ? എന്തേട്ടാ? ക്ഷമയില്ല, ഒറ്റ ക്ഷമയില്ല. അത് അക്ഷമയാണ്. അക്ഷമ. വണ്ടി റിവേഴ്സ് ചെയ്തോ? റിവേഴ്സ് എടുക്കാനോ? അത് തിരക്കേടില്ല. നിങ്ങളാരൊക്കെ ബാക്ക് അടിക്കുന്നു? തന്നോട് പറഞ്ഞ പോലെ ചെയ്താൽ മതി. വലിയ ഡയലോഗ് വേണ്ട. അത് എവിടെ തന്നെ ആയാന്ന്. നിങ്ങൾ ഓണും കൂടി അടിക്കാണ്ട് കയറി വന്നിട്ട് ഇപ്പോ ആരാ വക്കീലേ? ഇതാ പുതിയ പോലീസ് കമ്മീഷണറാ, വർഷാവർമ്മ. അവള് മഹാ അലമ്പ. കൊള്ളാ. തന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന നല്ലത്. വണ്ടി എടുക്കണോ? ഞാൻ റിവേഴ്സ് എടുക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ വേണേ ബാക്ക് എടുത്ത് മാറ്റിക്കോളൂ. എന്താ പ്രശ്നം? സാർ, ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയൊരു ഐറ്റം. നമ്മൾ വന്ന വഴി മുഴുവൻ റിവേഴ്സ് എടുത്ത് പോയാലേ ഈ താത്ത മാറൂന്ന്. മാറണ്ട, പോണ്ട. സിറ്റി പോലീസ് കമ്മീഷനാണ് ഈ താത്ത. എന്താ മാഡം, മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല. ഏതാ? ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ലാന്ന്. അവനെ കൊണ്ട് പുറകോട്ട് എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത്. അതുകൊണ്ടാ. മാഡത്തിനറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ല. താനെന്നെ ന്യായം ഒന്നും പഠിപ്പിക്കണ്ട. വണ്ടി എടുത്ത് മാറ്റടോ. മാറ്റുകയെന്ന് പറഞ്ഞാൽ ഈ വാൻ പുറകോട്ട് പോവില്ല. ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച. ബിക്കോസ് ഞാൻ പുറകോട്ട് പോകുന്ന ഒരാളല്ല. അതുകൊണ്ടാ. തന്നെ ഫുള്ളാക്കണോ? മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചൂടാവണ്ട, ഞാൻ ശ്രമിച്ചു നോക്കാം. നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചം അടിക്കുന്നുണ്ട്. രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ. ഐ വിൽ ട്രൈ. വാക്കേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. അവള് കൊള്ളാം. മാരീഡാ? എന്താ നോക്കുന്നോ? മാരീഡ് ആണെങ്കിൽ നോക്കാം. എന്റെ ചക്ക വീണ് ചത്ത വല്ലിപ്പ, എന്താ ഈ കാണണേ? തുടങ്ങി പരമേശ്വരൻ വെള്ളടി തുടങ്ങി. അല്ല, എന്താ ഇത് ചായയോ? വെറുതെ എന്നെ മോഹിപ്പിച്ചു.
എന്താ കുഞ്ഞിപ്പാലു ഞാൻ വെള്ളം അടിച്ച് കാണാൻ ഇത്ര താല്പര്യം? എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മമെടുത്ത ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര. തന്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാ മോനെ മാധവ, സർ, ഗ്യാസ് പോയ സോഡ ഉണ്ടെങ്കിൽ സോഡക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണം എടുത്തിട്ട് വന്നേ. ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര ഗ്യാസാ സർ. ഉം. റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല. അത്രയ്ക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ 1 ഔൺസ് ജീരകാരിഷ്ടവും 2 ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് ഡാ മാധവ വെള്ളം മതി, അത് കൊണ്ടുപോവാ. സർ, സോഡയുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം. സോഡ ഒഴിച്ച് തന്നെ വിഴുങ്ങ്. വെരി ഗുഡ്. അല്ല, ആ റോബിൻസൺ റോഡിലെ 70 സെന്റ് സ്ഥലവും അതിലുള്ള 2 നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ? താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു. 4 കൊല്ലം കൊണ്ട് ആരായി മാറി. ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല, ഞാൻ വന്നതേ ആളായിട്ടാണോ കുഞ്ഞിപ്പാലു? വെരി ഗുഡ്. 9 വർഷം മുമ്പ് മേലെ പാളയ താറരിഞ്ഞാണോ 4 പാദസരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരു അറ്റത്തുനിന്ന് വിഴുങ്ങല്ലേ? ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനി ഇന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ? എന്താ ചെയ്തതിന്റെ പേര്? മൊത്തം ഊറ്റ് ബാങ്കേഴ്സ്. അതാ സോഡ വന്നല്ലോ, മൊത്തം ഊറ്റ് കുടി. ബ്ലേഡ് മാത്രല്ല, ഗോൾഡ്, സ്വർണ്ണ കടത്ത്, അതിലല്ലേ ഞാൻ കേറി മിന്നിയത്. നീ എന്താ പറഞ്ഞത്? കോളിയോടങ്കിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ? ക്ലബിലെ നിയമമാണ് സർ, കുടിശ്ശിക തീർക്കാത്തവർക്ക് ഇനി സെർവ് ചെയ്യേണ്ടത്. കുടിശ്ശിക തീർക്കാനോ? ഈ ക്ലബിന്റെ വില പറയാൻ പറയടാ. ഈ നിയമം ഉണ്ടാക്കിയ ബാസ്തേനോട് ഗിരി തരും. എടോ ഗിരി, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു ക്ലബ്ബാണ്, നിന്റെ വീടല്ല. അത് പറയാ നീ ആരടാ? ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ. ഒരു പുളിച്ച സെക്രട്ടറി. ഇതിനകം നീ എന്നാണ് ആദ്യം കണ്ടത്? ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടല്ലേടാ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലുകുത്തുന്നത്? നിനക്കൊരു മെമ്പർഷിപ്പിന് ആരടാ കൂടെ എന്നത്? സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടങ്കിരി എടുത്തു കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് വോട്ടുകൊണ്ട് ഇവൻ സെക്രട്ടറി ആയി 1 കൊല്ലം. അതിനിടയിൽ കോളിയോടങ്കിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി. അത് നേരാ. പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായടാ? സ്വന്തം വില നീ ആയിട്ട് തന്നെയല്ലേ ഗിരി കളഞ്ഞത്? അത് വീരാൻകുട്ടി പറഞ്ഞത് ന്യായ. താനാകടോ? ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും, അയാൾ പറഞ്ഞുതരും. എടോ തൃശ്ശൂക്കാരാ, ഇവിടെ കിടന്ന ആളായല്ലേ? അതെന്താണോ തൃശ്ശൂർക്കാർക്ക് ഇവിടെ റോഡില്ലേ? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്താ കറാച്ചിക്ക് അപ്പുറത്താ? മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും. നിന്നെ പിടിച്ച് പുറത്താക്കോ? കോളിയാളങ്കിരിയെ പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ വിളി. ഗിരി, കൂൾ ഡൗൺ. എന്താ ഗിരി, വീരാൻകുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത്? പഴയ ബാലൻസ് ബില്ല് വല്ലതും ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം. അതല്ലേ വേണ്ടത്? ഗിരി ഇരിക്കെ. ആ ബില്ല് ഞാൻ നിങ്ങൾ set ചെയ്തോ? പറഞ്ഞോണ്ട് ഞാൻ വിടുന്നു. ഞാനും വിടുന്നു. ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും. പൂച്ചിമണി, ചെണ്ടവാറപ്പൻ, കൂറ്റൻ ജോസ്, കുമ്പിടി, മച്ചിങ്ങപ്പൈലി, കോമാങ്ങമോറൻ, കുഴിനേന്ദ്രൻ, പാട്ടത്തിൽ തോമ, സായി പന്തോണി, അവരൊക്കെ അവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ? കൊണ്ടുവാ.